നമ്മളൊരു 3-4 മാസം മുന്നേ ജനുവരി സമയത്ത് ഒരു Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്ത് സോറി അല്ല. ഇത്ര അപ്ഡേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന വേറെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയോ? അന്നത്തെ ആ പോസ്റ്റിന്റെ റിപ്ലൈ ഞാൻ ഇപ്പോഴാണ് തരാൻ പോകുന്നത്. അതായത് Q&A വീഡിയോ ആണിത്. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചാനൽ. ഇതായിരുന്നു കേട്ടോ ആ ഒരു പോസ്റ്റ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 657 കമന്റ്സ് എങ്ങാനുമാണ് ഇപ്പൊ ഇതിൽ വന്നിട്ടുള്ളത്. സോ ഞാൻ ഓരോന്നായിട്ട് പറയാവേ. ആദ്യം തന്നെ ചോദിച്ചിട്ടുള്ളത് ചേച്ചിയുടെ ഏജ്. എനിക്കിപ്പോ ഇനി അടുത്ത മാസം 28 ആവും. ഇപ്പൊ 27, ഇനി അടുത്ത മാസം 28 ആവും. വീട് എവിടാ? എന്റെ വീട് എറണാകുളം ജില്ലയുടെ ഒരു അറ്റത്ത് ചെല്ലാനം എന്ന് പറയുന്ന സ്ഥലത്താണ്. അബൌട്ട് ഫാമിലിയില് എന്റെ അപ്പച്ചൻ എന്ന് പറയുമ്പോൾ കുറെ പേര് വിചാരിക്കുന്നത് അപ്പൂപ്പൻ എന്നാട്ടെ. ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ അപ്പൻ, ഫാദർ എന്നാണ് അർത്ഥം. അപ്പൊ എന്റെ അപ്പച്ചനുണ്ട്, അമ്മയുണ്ട്, ഞാൻ, അനിയത്തി, പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ഉണ്ട്. ബോയ് ഫ്രണ്ട് ഉണ്ടോ ചേച്ചി? ഫേവറേറ്റ് കളർ ബ്ലൂ. ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് സദ്യയാണ് കേട്ടോ, നമ്മുടെ കേരള സദ്യ. പിന്നെ ഫേവറേറ്റ് ഡ്രസ് എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ഇട്ടിട്ട് ഭംഗി തോന്നുന്നതെല്ലാം എന്റെ ഫേവറേറ്റ് ഡ്രസ്സാണ്. പിന്നെ സാരി എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഇതുവരെ പുറത്ത് പോകുമ്പോൾ ഒന്നും ഉടുത്തിട്ടില്ല. ആകെ വീഡിയോസിലും ഈ റൂമിന്റെ നിന്നുള്ള കലാപരിപാടികൾ മാത്രമേ സാരിയിൽ ചെയ്തിട്ടുള്ളൂ. ഇനി എപ്പോഴെങ്കിലും ഒക്കെ പുറത്ത് പോകുമ്പോൾ സാരി ഉടുക്കണം. ഫേവറേറ്റ് പ്ലേസ്, നമുക്ക് ഭയങ്കര മൈൻഡ് കാം ആക്കാൻ പറ്റുന്ന കുറെ പൂക്കളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷെയർ യുവർ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ ലൈഫ്, ഓൺലി ജെന്യൂൻ ആൻസർ. അതിപ്പോ യൂട്യൂബിൽ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്റെ ബർത്ത്ഡേയുടെ സമയത്ത്, എന്റെ 23rd ബർത്ത്ഡേക്കാണ് 100K ആയത്, ബർത്ത്ഡേയുടെ അന്ന്. അതേപോലെ 25th ബർത്ത്ഡേയുടെ അന്നാണ് 700K ആയത്. അങ്ങനെ 2 ബർത്ത്ഡേസിൽ എനിക്ക് നമ്മുടെ ചാനലിന്റെ മെയിൻ ആയിട്ടുള്ള മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന സംഭവം, അത് വേറെ ഏതെങ്കിലും ആർക്കെങ്കിലും അങ്ങനെയുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അങ്ങനെ 2 വട്ടം ഉണ്ടായിട്ടുണ്ട്. കറക്റ്റ് എന്റെ ബർത്ത്ഡേയുടെ ദിവസം ആ ഒരു ഗിഫ്റ്റ് ഡെലിവർ ആവുന്ന പറയില്ലേ, അതേപോലെ എനിക്ക് അങ്ങനെ 2 എക്സ്പീരിയൻസ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉള്ള സംഭവമായിരുന്നു. ഫ്യൂച്ചർ പ്ലാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്ന ആളല്ല, പക്ഷെ ഫ്യൂച്ചറോട്ടും ഡൗൺ ആയി പോകരുത് എന്ന് ആലോചിക്കുന്ന ആളാണ്. പക്ഷെ ഇങ്ങനെ തന്നെ വേണം എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്ത് വെക്കാറില്ല. ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നേക്കാളും നല്ലതായിരിക്കും എന്റെ ഫ്യൂച്ചറിൽ എപ്പോഴും നടക്കാറുള്ളത്. ഇപ്പൊ വരെ അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരുപാട് പ്ലാൻ ഇട്ട് അങ്ങനെ തന്നെ വേണം എന്ന് വിചാരിച്ചൊന്നും ഇരിക്കുന്നില്ല ഇതുവരെ. യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം ചേച്ചി എത്ര മാറിയെന്ന് ചേച്ചിയുടെ പഴയ വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഫസ്റ്റ് യു ആർ എ ഇൻട്രോവേർട്ട് പേഴ്സൺ ആയിരുന്നു, ബട്ട് ടുഡേ 2026. ഇപ്പോൾ ചേച്ചിയുടെ വീഡിയോയിൽ യു ബിക്കം മോർ കോൺഫിഡൻസ് ആൻഡ് ടോക്കറ്റീവ്. സത്യം, ഇത് അച്ചീവ് ചെയ്തത് യൂട്യൂബ് വീഡിയോസ് ചെയ്താണോ? ഹൗ യു ഫീൽ ലൈക്ക് ദിസ് മൊമെന്റ്? അയ്യോ സത്യം, യൂട്യൂബാണ് എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തത്. യൂട്യൂബ് മാത്രമല്ല, യൂട്യൂബിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോകുന്ന കുറെ വഴികളുണ്ടല്ലോ, ആ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാൻ മാറിയതാണ്. അതും പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ടൈപ്പ് ഫ്രണ്ട്സിനെ കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രണ്ട്സൊക്കെ എന്നോട് 1-2 പേര് ഇങ്ങനെ പറയാറുണ്ട്, നിറഞ്ഞ പഴയതിനേക്കാൾ ഒരുപാട് സംസാരിക്കുന്നത് നീ തന്നെയാണ് ഇത്ര ഇരുന്ന് സംസാരിക്കുന്നത്. ഇപ്പൊ അവരുടെ കൂടെ ഒക്കെ കൂടുമ്പോഴാണെങ്കിലും ഞാനിങ്ങനെ വളരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും യൂട്യൂബ് തന്നെയാണ് അതിന്റെ ആ ഒരു റീസൺ. ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ജോലി ആയിരുന്നെങ്കിൽ പോലും ഇങ്ങനെ സംസാരിക്കൂല. വിച്ച് ആർ ദ മോസ്റ്റ് വേഴ്സ്റ്റ് ആൻഡ് ഗുഡ് മൊമെന്റ്സ് ഫ്രം യുവർ സോഷ്യൽ മീഡിയ കരിയർ? സോഷ്യൽ മീഡിയ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ കാണുന്ന പോലുള്ള ഒരു സംഭവം അല്ല കേട്ടോ. അതിന് 2 വശങ്ങളുണ്ട്. ഏതൊരു ജോലിക്കും 2 വശങ്ങളുണ്ട്. നല്ലതെന്ന് പറയുമ്പോഴേക്കും എന്താ പറയാ, നിങ്ങളിപ്പോ ഈ കാണുന്നതൊക്കെ എല്ലാം നല്ലതായിരിക്കും. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നു, അടിപൊളിയായിട്ട് നടക്കുന്നു, ഫുഡ് കഴിക്കുന്നു, നമ്മൾ ഒരു ഇവന്റ്സിന് പോകുന്നു, ഹാപ്പി ആയിരിക്കുന്നു, ചിരിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നല്ലതായിട്ട് കാണും. പക്ഷെ ഇതിന്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. ഇനി വേഴ്സ്റ്റ് എന്ന് പറയുമ്പോഴേക്കും അതിൽ ആദ്യം വരുന്നത് നെഗറ്റീവ് കമന്റ്സ് ആണ്. പക്ഷെ ആ നെഗറ്റീവ് കമന്റ്സ് പല സെക്ഷൻ ഓഫ് ആളുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ചിലർ അതിനുവേണ്ടി മാത്രം നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടാവും. ചിലർ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായമായിരിക്കും പറയുന്നത്, എന്നെ അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഓക്കെ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ എന്താ പറയാ, ആദ്യത്തെ കാറ്റഗറി ഉണ്ടല്ലോ, അത് നമ്മൾ കയറി വരുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയാ, നിങ്ങൾ ഒരാളിങ്ങനെ നിന്നിട്ട് ഒരു 10 പേര് നിങ്ങളുടെ ചുറ്റും നിന്ന് നിങ്ങളെ ചീത്ത പറയുന്ന, അല്ലെങ്കിൽ നീ അങ്ങനെയാണ് അങ്ങനെ പറയുന്നതെന്ന് ആലോചിക്കുക. 100 പേര് നിങ്ങളുടെ ചുറ്റും നിന്ന് ഇങ്ങനെ പറയുന്ന ആലോചിക്കുക. 10,000 പേര്, ലക്ഷക്കണക്കിന് പേര് അങ്ങനെ നിന്ന് പറയുന്നതെന്ന് ലക്ഷക്കണക്കിന് അത്ര ഒന്നും നെഗറ്റിവിറ്റി ഇല്ല, എന്നാലും അങ്ങനെ ഒന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക. നമുക്ക് ഒരുപാട് നെഗറ്റിവിറ്റി ഇങ്ങനെ സ്പ്രെഡ് ആവും. അപ്പോഴൊക്കെ അതൊക്കെ നമുക്ക് എന്താ മാനേജ് ചെയ്ത് അതിനൊക്കെ തരണം ചെയ്ത് പോകണമെങ്കിൽ ഭയങ്കര ഒരു വിൽ പവർ, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടി പോയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് നമ്മൾ ഭയങ്കരമായിട്ട് മെന്റലി ഭയങ്കരമായിട്ട് തകർത്ത് കളയുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ അതേപോലെ വരുന്നതാണ് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോഴേക്കും നമ്മൾ മെയിനായിട്ട് കോണ്ടന്റ് ക്രിയേഷൻ ആണല്ലോ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ 24/7 ഇരിക്കുകയാണ്. അതൊരു 9 to 5 ജോബ് അല്ല, ഫുൾ ടൈം നമ്മുടെ തല ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു വീഡിയോക്ക് നല്ല റീച്ച് അങ്ങ് കിട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കൊരു കിക്കാണ്, അത്രയും വ്യൂസ് കിട്ടി എന്നുള്ള സംഭവം, നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അടുത്തത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അങ്ങനെ ചെയ്യുന്ന കേട്ടോ. അല്ലാണ്ട് സംഭവം പലതും ചെയ്ത് റീച്ച് ഉണ്ടാക്കുക അതല്ല, നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ ആ ഒരു
ലെവൽ മെയിൻറ്റെയിൻ ചെയ്തു പോവാം എന്നുള്ളത് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഊണിലും ഉറക്കത്തിലും എല്ലാം ഈ ഒരു കാര്യത്തിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. കുറെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടതിൽ പിടിച്ചു നിന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കാതെ അത് എന്താ പറയാ നശിപ്പിച്ച് കളയാ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലിലേക്ക് എത്തും. പിന്നെ ഫാമിലിയിലെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സാവും, ഉറക്കം നഷ്ടപ്പെടും, മര്യാദക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഏതൊരു ജോലിയിലെയും പോലെ നല്ലതും ചീത്തയും ആയിട്ടുള്ള സംഭവങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. പല്ല് പറിച്ച് ബ്രേസസ് ഇട്ടതാണോ, ഇനി എത്ര ഇയർ ഇടണം? ഇനി ഇയർ ഒന്നും ഇടണ്ടെന്നാണ് എന്റെ ഡോക്ടർ പറഞ്ഞത്. കുറച്ച് നാളും കൂടെ മതി, ഒരു 3-4 മാസം കൂടെ മതി എന്ന് പറയാൻ തുടങ്ങിയിട്ട് 3-4 മാസമായി, ഇതുവരെ അഴിച്ചിട്ടില്ല, കുറച്ചും കൂടെ ആവാനുണ്ട്. അത് പെട്ടെന്ന് ആവുമായിരിക്കും. പിന്നെ പല്ല് പല്ല് പറിച്ചിട്ടാണ് ഇട്ടത്. ഞാനിപ്പോ 2ാമത്തെ വട്ടമാണ് പല്ലിക്കമ്പ് ഇടുന്നത്. ആദ്യത്തെ വട്ടം ഇട്ടപ്പോഴും പല്ല് പറിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇട്ടപ്പോഴും പല്ല് പറിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് മോണ പൊങ്ങിയിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ താഴണമെന്നാണെങ്കിൽ കുറച്ച് സ്പേസ് വേണമായിരുന്നു, അതുകൊണ്ട് ഡോക്ടർ പല്ല് പറിച്ചു. പിന്നെ പല്ല് പറിച്ചിട്ടാണെങ്കിലും എനിക്ക് മൂക്കിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, മൂക്കിന്റെ പാലത്തിന് ഒരു ചെറിയ സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഡെന്റിസ്റ്റ് തന്നെയായിട്ട് ശരിയാക്കി തന്നത്. അപ്പൊ അത് ചെയ്ത സമയത്ത് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നെങ്കിലും പല്ലിന്റെ ഇടയിൽ ഗ്യാപ്പ് വരും, അല്ലെങ്കിൽ മോണ നന്നായിട്ടൊന്ന് പൊങ്ങും, ഇതിലേതെങ്കിലും ആയിരിക്കും സംഭവിക്കാൻ പോണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഗ്യാപ്പ് വരാതിരിക്കാനുള്ള എന്തെങ്കിലും പരിപാടി എനിക്ക് ചെയ്തു തരണം, മോണ ഇച്ചിരി പൊങ്ങിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പല്ലിൽ ഗ്യാപ്പ് വരാണ്ട് ഇപ്പൊ താഴെ വന്നേക്കുന്നത് ആ താഴത്തെ പല്ലിന്റെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ആട്ടോ. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു ഫ്രണ്ടില് ഈ നിരയില് വലിയ ഗ്യാപ്പൊക്കെ വന്ന സീനായിരിക്കൂലേ, അതുകൊണ്ട് പല്ല് മോണ കുറച്ച് പൊങ്ങിയാലും കുഴപ്പമില്ല, ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഇപ്പൊ ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ പൊങ്ങുന്നത് പിന്നീട് താഴ്ത്തി തരും, പക്ഷെ ഈ ഒരു മൂക്കിന്റെ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് മോണ ഇച്ചിരി പൊങ്ങും എന്നുള്ളത് പറഞ്ഞായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മോണ ഞങ്ങൾ ഭയങ്കരമായിട്ട് പൊങ്ങി. നമ്മുടെ ആ ഒരു കുറച്ച് നാൾ മുന്നേ ഉള്ള വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, എന്റെ ഫേസ് തന്നെ ഭയങ്കരമായിട്ട് മാറിപ്പോയി. ഈ ഒരു ഭാഗം ഇങ്ങനെ ഇരിക്കുകയാണ്, അത്രയും പൊക്കമൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എന്തോ ഭയങ്കര തൊലിക്കെട്ടി ഉള്ളത് കൊണ്ട് ഞാൻ ആ സമയത്തൊക്കെ അതേപോലെ തന്നെ വീഡിയോ ചെയ്തു. പക്ഷെ അതിന് മുന്നേ ഉള്ള വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മോണ അത്രയും പൊങ്ങിയിട്ടില്ല. അത് ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗം ആയതുകൊണ്ട് അങ്ങനെ പൊങ്ങിയതാണ്. പക്ഷെ അതൊരു 1-2 മാസത്തിനുള്ളിൽ തന്നെ ഡോക്ടർ അത് സെറ്റാക്കി തന്നിട്ടോ. ഞാനിപ്പോ ഇത്രയൊക്കെ പറഞ്ഞ. അപ്പൊ ബ്രേസസ് എന്തായാലും കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ മാറ്റാനായിട്ടുണ്ട്. ബെസ്റ്റ് മെമ്മറി ഇൻ സ്കൂൾ ലൈഫില് നമ്മളിങ്ങനെ ഇന്റർവെൽ സമയമൊക്കെ ആകുമ്പോഴേക്കും പണ്ട് മറ്റേ 25 വയസ്സ് 50 വയസ്സായൊക്കെ കുഞ്ഞ് സ്കൂളിൽ പഠിക്കുമ്പോഴേ LP സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേക്കും സ്കൂളിന്റെ അടുത്ത് ഇങ്ങനെ പുളിമിഠായൊക്കെ വെക്കുന്ന കടകളൊക്കെ ഉണ്ട്. ഒരു അമ്മൂമ്മയുടെ കടയുണ്ടായിരുന്നു, ഒരു അപ്പൂപ്പന്റെ കടയുണ്ട്. അവിടെ മറ്റേ അല്ലി നാരങ്ങ, കുംബ്ലൂസ് നാരങ്ങ, കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയില്ലേ, ആ സാധനമൊക്കെ ഉണ്ട്. പിന്നെ ലൂബിക്ക എന്നൊക്കെ പറയുന്ന സാധനം, അതൊക്കെ ഇങ്ങനെ പൈസ ഇങ്ങനെ കിട്ടുന്നതൊക്കെ കൂട്ടി വെച്ചിട്ട് അതൊക്കെ പോയി വാങ്ങുമായിരുന്നു. പിന്നെ 10th പഠിക്കുന്ന സമയത്ത് സ്പെഷ്യൽ ക്ലാസ് വെക്കില്ലേ, നമുക്ക് രാത്രി വരെയൊക്കെ ക്ലാസ് വെച്ചിട്ട് വൈകുന്നേരം രാത്രി ആകുമ്പോഴത്തേക്കും ടീച്ചേഴ്സൊക്കെ മറ്റേ പഴംപൊരി, ബോണ്ട, ചായ, ആ സാധനങ്ങളൊക്കെ തരും. അത് നല്ലൊരു മെമ്മറി ആയിട്ട് ഇപ്പോഴും എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട്. വാട്ട് വാസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് യു ഫേസ്ഡ് ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ? എനിക്ക് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ് എന്റെ ലുക്ക് കൊള്ളൂല, ഫേസ് കൊള്ളൂല, സ്കിൻ എങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് വെച്ചിട്ട്, അതായത് എനിക്ക് കുറെ പേര് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ ഇങ്ങനെ സ്കാഴ്സും കുരുവൊക്കെ ആയിട്ട് പുറത്തിറങ്ങാനായിട്ട് ഭയങ്കര ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതിരുന്നവർ അതായത് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അവർക്ക് അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ള രീതിയിലുള്ള കമന്റ്സും മെസ്സേജൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴേക്കും എന്റെ പോലുള്ള സ്കിന്നുള്ള വേറെ ഒരാള് യൂട്യൂബിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നില്ല. ഇപ്പൊ കുറെ കുട്ടികളൊക്കെ വരുന്നുണ്ട്. എന്റെ ആ ഒരു ഒറിജിനൽ ആ ഒരു സ്കിന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള ടൈപ്പ് വീഡിയോസ് ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അതെന്തോ എല്ലാവരും തന്നെ അക്സെപ്റ്റ് ചെയ്തു. നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ നെഗറ്റീവ് പറഞ്ഞവർ പോലും പിന്നീട് പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവമായിരുന്നു. പക്ഷെ അത് ഞാൻ ഓവർകം ചെയ്തു, ഇപ്പോൾ ഇവിടെ നിൽക്കുന്നില്ലേ, അതാണ്. Apart from money, fame, collaborations and connections, what motivates you to continue YouTube? എനിക്ക് ഓരോ കോണ്ടന്റിലും എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് ഇഷ്ടമാണ്. അതാണ് നമ്മുടെ മറ്റേ പല ടൈപ്പിലുള്ള സാരി ഡ്രൈപ്പിംഗ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം. എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ അത് പോസ്റ്റ് ചെയ്യണം. അങ്ങനെ അത് നേരത്തെ ആണെങ്കിൽ ഭയങ്കര കൂടുതലായിരുന്നു. എനിക്ക് ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്യണം, ഇപ്പം തന്നെ എഡിറ്റ് ചെയ്യണം, ആ ഒരു സംഭവം ഇങ്ങനെ നമ്മുടെ തലയിൽ കയറും. അത് ഈ പറഞ്ഞ പോലെ ഒരു കിക്കാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ചേച്ചിയുടെ മാരേജ് എപ്പോഴാണ് യൂട്യൂബ് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ? മാരേജ് സത്യം പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടെ പറയുന്നുണ്ട് കല്യാണത്തിന്റെ കാര്യമൊക്കെ. പക്ഷെ എനിക്കുണ്ടല്ലോ ഭയങ്കര ട്രോമ പോലെയാണ്. കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഞാൻ ഇന്ന് കരയാൻ തുടങ്ങും. എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് അതിലേക്ക് കയറി കഴിഞ്ഞാൽ വേറൊരു ലൈഫ്, അത് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ കരയായിരുന്നു. ഇപ്പം 2025 ജനുവരി 1 അപ്പച്ചൻ എന്നോട് പറഞ്ഞായിരുന്നു നമുക്ക് കല്യാണമൊക്കെ നോക്കണ്ടേ. അപ്പം ഞാൻ എന്നോട് കരയാൻ തുടങ്ങി. പിന്നെ അവരെന്നോട് കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ വർഷമായപ്പോഴത്തേക്ക് ഞാൻ മാട്രിമോണിയിലൊക്കെ രജിസ്റ്റർ ചെയ്ത് മറ്റേ ഏത് സിനിമയാണ്, വിത്ത് ലവ്, അനശ്വര രാജന്റെ സിനിമ,
അതിലൊക്കെ പുള്ളിക്കാരി കോണ്ടന്റ് ക്രിയേറ്റർ ആണല്ലോ. അപ്പൊ അതിലൊക്കെ ഉള്ള ഒരു മറ്റേ മീറ്റ് ചെയ്യുന്ന സംഭവമൊക്കെ ഇല്ലേ, ആ ഒരു സീനൊക്കെ. അപ്പൊ അതിലെ പോലെ ആരെങ്കിലും ഒക്കെ വരും എന്ന് വിചാരിച്ച് ഞാൻ മാട്രിമോണിയൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, വരുമായിരിക്കും ആരെങ്കിലും ഒക്കെ. പിന്നെന്താ, യൂട്യൂബ് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ സംഭവം മെയിനായിട്ട് എനിക്ക് എൻ്റെ സംസാരം ഒന്ന് ശരിയാക്കി എടുക്കണം എന്നുള്ളതായിരുന്നു. എനിക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഫോൺ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ കയ്യിൽ ആ സമയത്ത് ആകെ ഉണ്ടായിരുന്നത് കുക്കിംഗ്, ഞാൻ 2-3 വീഡിയോസ് ഇട്ടെന്നാണെങ്കിൽ അത് വർക്കായില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ആ സമയത്ത് നല്ല തിക്കായിട്ടുള്ള ഹെയർ. അപ്പോൾ ഞാൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അത് കുറേ പേർക്ക് യൂസ്ഫുൾ ആയി, പിന്നെ അതങ്ങ് വൈറലായി. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലേക്ക് ഫൈനലി ഇതാണ് എൻ്റെ പ്രൊഫഷൻ എന്നുള്ള രീതിയിലേക്ക് മാറിയത്. വാട്ട് മേക്സ് യു ഹാപ്പി ഇൻസ്റ്റന്റ്ലി? പെട്ടെന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പാട്ടുകളൊക്കെ, ഹാരിസ് ജയരാജ്, AR റഹ്മാൻ, ജോബ് കുര്യൻ, അവരുടെയൊക്കെ പാട്ട് കേട്ട് കഴിയുമ്പോഴേക്കും എനിക്ക് ഇച്ചിരി സമാധാനമാവും. പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും. അല്ലെങ്കിൽ സിനിമ കാണും. എനിക്ക് നല്ല അതായത് മനസ്സൊന്ന് കൂളാവാൻ പറ്റിയ സിനിമയായാൽ മതി. അതിപ്പോ പഴയ സിനിമയായാലും ചിലപ്പോൾ ഞാൻ കുത്തിരുന്ന് കാണും, പുതിയ സിനിമയാണെങ്കിലും കാണും. ആ ഒരു വൈബ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ സിനിമ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഫുള്ളി ഓക്കെ ആവും. എത്ര സങ്കടമാണ് അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാലും ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ സെറ്റാണ്. ഫേസ് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞോ, മാറ്റം ഉണ്ടോ? ഫേസിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇനിയും വേണമെങ്കിൽ ഇനിയും ചെയ്യാം എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭയങ്കര വേദനയായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് വയ്യ, അതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ വേദനിപ്പിച്ച് മതിയായി. അപ്പൊ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ മൊത്തത്തിൽ ലേസർ ഒരു 12 സിറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കുഴികൾ ഇതിൽ അറിയുന്നില്ല കേട്ടോ, കുറച്ചും കൂടെ ഉണ്ട്. അത്രയും കുഴികളുടെ ഉള്ളിലും ഇങ്ങനെ പൊള്ളിയതുപോലെയുള്ള ബ്രൗൺ കളറിലെ പാടുകളായിരുന്നു ഓരോ കുഴിയുടെ ഉള്ളിലും. ആ പാടുകൾ ഒരു 2-3 സിറ്റിങ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് ഫെയ്ഡ് ആവാൻ തുടങ്ങി. ഇപ്പൊ ആ പാടില്ല, ദൂരെ നോക്കുമ്പോഴേക്കും വലിയ രീതിയിൽ അത് അറിയുന്നില്ല എന്നാണ്, കുഴി അറിയുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്ത് വരുമ്പോൾ നന്നായിട്ട് കുഴി ഉള്ളതായിട്ട് അറിയുന്നുണ്ട്. പക്ഷെ നേരത്തെ ഉള്ളത് വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നുണ്ട് കുറവുണ്ട് എന്നുള്ളത്. കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല. വാട്ട് വാസ് ദി ഇൻസ്പിറേഷൻ ദാറ്റ് ഹെൽപ് യു മോർ ഇൻ യുവർ ലൈഫ് പ്രോബ്ലംസ്? എന്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇരുന്ന് ദൈവത്തോട് സംസാരിക്കും. ആ പുള്ളി കൂടെ ഉണ്ട്, ദൈവം ഈശോ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ വേറെ ഒന്നുമില്ല ഇൻസ്പിറേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതെന്റെ അവരുടെ ഇൻസ്പിറേഷൻ മാത്രമേ ഉള്ളൂ. എന്താണ് ലോങ് വീഡിയോസ് ഇടാത്തത്? വെറുതെ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ പണ്ട് ഒരു 2 lakh 3 lakh സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവുന്നവരെ ലോങ് വീഡിയോസ് ഇട്ടിട്ടാണ് നമ്മൾ കയറി പോന്നിട്ടുള്ളത്. ഞാൻ ഈ ഷോർട്സിന്റെ ഇതൊക്കെ വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഈ ഷോർട്സ് എന്തിനാ ഇത്രയും ചെറിയ വീഡിയോസ് ഒക്കെ ആരാ കാണാൻ പോണേ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഞാനത് യൂസ് ചെയ്യില്ലായിരുന്നു ഷോർട്സിന്റെ സെക്ഷൻ. പക്ഷെ എപ്പോഴും ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ക്ലിക്കായി. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് ലോങ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ലോങ് വീഡിയോസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് കുറേ സമയം വേണം. ചിലപ്പോൾ 2-3 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും ഞാനൊരു ലോങ് വീഡിയോ കംപ്ലീറ്റ് ആക്കുന്നത്. എനിക്കത് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോസ് വെച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഷോർട്സ് ഇട്ട് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഷോർട്സിലേക്ക് ചേക്കേറിയത്. പിന്നെ എനിക്ക് ലോങ് വീഡിയോസ് ഇടാൻ മടിയായി. അതാണ് സംഭവം. ചേച്ചി കല്യാണം കഴിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? എല്ലാവർക്കും തന്നെയാണല്ലോ അറിയേണ്ടത്. 2026 അച്ചീവ് ചെയ്യണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? എനിക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒറ്റയ്ക്ക് മീൻസ് ഞാൻ എന്താ പറയുക, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര പേടിയായിട്ട്. എനിക്ക് ആ കാര്യം ചെയ്യാൻ പേടി, ഈ കാര്യം പറഞ്ഞാൽ പേടി, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, സൈക്കിൾ ചവിട്ടാൻ അറിയില്ല. ഇതിനൊക്കെ മെയിൻ സംഭവം പേടിയാണ്. അപ്പോൾ ആ ഒരു പേടി മാറ്റി വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ഇവന്റ്, ഇപ്പം എല്ലാ സ്ഥലത്തും പോകുമ്പോഴേക്കും ഇവന്റിനൊക്കെ പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ എപ്പോഴും ഫ്ലൈറ്റിൽ കൂടെ ഉണ്ടാവും. പക്ഷേ ഈ ഇവന്റിന്, ഫ്ലിപ്കാർട്ടിന്റെ ഇവന്റിന് ബാംഗ്ലൂർ പോയില്ലേ, ആ സമയത്ത് കൊച്ചിയിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ട്രിവാൻഡ്രത്തു നിന്നായിരുന്നു കല്യാണ ചേച്ചി അമൃതയും വന്നിട്ടായിരുന്നത്. അപ്പൊ സംഭവം അടുത്താണ്. ഇതിലും കൂടുതൽ ദൂരം എന്നെക്കാളും ചെറിയ പിള്ളേരൊക്കെ ട്രാവൽ ചെയ്യുന്നതാണ് ഒറ്റയ്ക്ക്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു പോവാനായിട്ട്. പക്ഷെ ഞാൻ പോയി ആടിപ്പാടി എയർപോർട്ടിലേക്ക് കൂടി ആടിപ്പാടി പോയി ഫ്ലൈറ്റിൽ കയറി തിരിച്ചു വന്ന സമയത്ത് എൻ്റെ ഫ്ലൈറ്റ് മിസ്സായി. എന്നിട്ട് രണ്ടാമത് ഞാൻ ഒറ്റയ്ക്ക് അവിടെ നടന്ന് ടിക്കറ്റ് എടുത്ത്, കല്യാൺ ചേച്ചിക്കൊക്കെ വേറെ സമയത്ത് വേറെ ഫ്ലൈറ്റ് ആയിരുന്നു, അവരങ്ങ് പോയി. ഞാൻ അവിടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നടന്ന് വേറെ ടിക്കറ്റ് എടുത്തു. പിന്നെ രണ്ടാമത് ചെക്ക് ഇൻ ചെയ്തു, കയറി. അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇപ്പം ഒറ്റയ്ക്കൊക്കെ എവിടെയെങ്കിലും പോകാൻ, ഏതെങ്കിലും ലുലു മോളിലൊക്കെ എനിക്ക് ആലോചിക്കാനേ വയ്യ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന കാര്യം. പക്ഷെ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് പോകാറുണ്ട്. ആ ഒരു സംഭവം ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് എല്ലായിടത്തും നടക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സംഭവം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാക്കിയെടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ബോയ് ഫ്രണ്ട് ഉണ്ടോ? എന്തൊരു ചോദ്യമാണ്. ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുമോ? ഇല്ല. പിന്നെ ജോലി എന്താണ്, ഇനി വേറെ ജോലി നോക്കുന്നുണ്ടോ എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞില്ലേ 24/7 ആണ്. നമ്മൾ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഉള്ളിൽ തന്നെ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും. അത് അങ്ങനെയാണ്. പിന്നെ ഇനി വേറെ ജോലി നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തന്നെയാണ് എന്റെ ജോലിയായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ചേച്ചി ഇവന്റിന് പോകുമ്പോൾ കല്യാണ ചേച്ചിയുടെയും രവിയണ ചേച്ചിയുടെയും കൂടെ ഹാപ്പി ആണോ? പിന്നെ അല്ലാണ്ട് ഞാൻ ഇവരെയും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത്രയും ഒന്ന് ആക്റ്റീവ് ആവാൻ തുടങ്ങിയത്. അതായത് ഇത്രയും സംസാരിച്ച് ഇത്ര ആടിപ്പാടി അങ്ങനെയൊക്കെ നടക്കാൻ തുടങ്ങിയത്. എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തതിൽ അവർക്കും വലിയൊരു പങ്കുണ്ട്. പ്രത്യേകിച്ച് കല്യാണ ചേച്ചി. അവർ മാത്രമല്ല, രേഷ്മയും
അൻവറും. രേഷ്മ പാവം ഞങ്ങൾ ഇവന്റിലൊക്കെ പോകുന്ന സമയത്ത് അവൾ പ്രഗ്നൻസി ആ ടൈം ആയിരുന്നു, പിന്നെ ഡെലിവറി കഴിഞ്ഞു, അതുകൊണ്ടാണ് അവൾക്ക് വരാൻ പറ്റാതിരുന്നത്. പക്ഷെ ഞങ്ങൾ ഫോണിൽ കൂടെ വീഡിയോ കോൾ ഒക്കെ ചെയ്ത് ഭയങ്കര കണക്ഷൻ ആയിരുന്നു കേട്ടോ. അതിന് മുന്നേ ഞങ്ങൾ 1-2 വട്ടം ഇവന്റിന് പോയിട്ടുണ്ട്. പിന്നെ അൻവറും ഏകദേശം ഒരു ഇൻട്രോവേർട്ട് ആണ്, പക്ഷെ നല്ലതാണ്. ചേച്ചിയിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ? ആദ്യം തൊട്ട് ഇന്ന് വരെ ഐ ഹാവ് നെവർ സീൻ യു ടോക്കിംഗ് അബൌട്ട് യുവർ പേഴ്സണൽ ഓർ ഫാമിലി മാറ്റേഴ്സ് ഇൻ യൂട്യൂബ്. യു ആർ ഓൾവേസ് സ്റ്റിക്കിംഗ് ടു വാട്ട് യു ആർ ഡൂയിങ് ഫ്രം ദ ഇനീഷ്യൽ സ്റ്റേജ്. റീച്ചിന് വേണ്ടി ആവശ്യം ഇല്ലാത്ത കാര്യങ്ങൾ വലിച്ചിടുന്നത് കണ്ടിട്ടില്ല. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ മാറ്റേഴ്സ് യൂട്യൂബിൽ ഇടണ്ട എന്നൊരു ഡിസിഷൻ എടുക്കാനുള്ള റീസൺ എന്തായിരുന്നു? ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അവളുടെ ഒരു ജാട എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് പേഴ്സണൽ മാറ്റേഴ്സ് എടുത്തിടാനാണെങ്കിൽ കൊട്ടക്കണക്കിന് ലോഡ് കണക്കിനല്ലേ നസിയ, കൊട്ടക്കണക്കിന്. ഞാൻ അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു പോയത്. പക്ഷെ അതൊന്നും ഞാൻ അതെ സീരിയലിലുള്ള സംഭവങ്ങൾ ഇവിടെ നടന്നിരുന്നു. ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നതെന്ന് വെച്ച് കാണിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ളത് ഞാനൊരു മാർജിൻ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. ചോദിക്കാനൊന്നുമില്ല, ബട്ട് യു ഇംപ്രൂവ്ഡ് എ ലോട്ട് ഇൻ മെനി വേസ്. ഹാപ്പി ഫോർ യു. താങ്ക് യു. യൂട്യൂബിലേക്ക് വന്നതിന് ശേഷം ചേച്ചിക്ക് ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാ? അപ്പോൾ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. പോസിറ്റീവ്സ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നിങ്ങൾ ഓൾറെഡി വീഡിയോസിൽ കാണുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാൻ തുടങ്ങി, ആളുകളോട് ഇടപഴകാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ ഈ വീട്ടിലുള്ള കുട്ടിയാണെന്ന് തന്നെ എന്റെ നാട്ടുകാർക്ക് കുറെ പേർക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഉള്ള ആളാണെന്ന് അവർക്കൊക്കെ കുറെ പേർക്ക് അറിയാത്തവർക്ക് മനസ്സിലായി തുടങ്ങി. കാരണം നമ്മൾ പുറത്ത് കുറച്ചൊക്കെ ഇറങ്ങാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവരാണെങ്കിലും വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ കുറെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എല്ലാം ഓരോന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകാനായിട്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ ടൈം നമ്മളിങ്ങനെ വീഡിയോനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ, വീട്ടിലെ കാര്യങ്ങൾ, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മിസ്സാവും. പിന്നെ അതുപോലെ നമ്മുടെ ഹെൽത്ത് നോക്കാണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ഈ കമന്റ്സ് ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും. ഇപ്പോഴല്ല, നേരത്തെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. ഇപ്പം ഞാനിങ്ങനെ മൈൻഡ് ചെയ്യാറൊന്നുമില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉറക്കം നമുക്ക് ഭയങ്കരമായിട്ട്, അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. എനിക്ക് എൻ്റെ ഒരു റൂട്ടീൻ വെച്ച് നോക്കാനാണെങ്കിൽ ചിലപ്പോൾ എല്ലാ ക്രിയേറ്റേഴ്സും അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ കുറെ പേര് അങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മളെപ്പോഴും രാത്രി വരെ ഇതിന്റെ പിന്നാലെ ഇരിക്കും. ഞാനൊരു 2 മണിയൊക്കെ ആവട്ടെ ചില സമയത്ത്, 2 മണി 3 മണി ആ സമയമൊക്കെ ആയിരിക്കും കിടക്കുമ്പോൾ. അതങ്ങനെയാണ് അതിന്റെ ആ ഒരു റൂട്ടീൻ വരുന്നത്. ഇപ്പോൾ കിടന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ കംപ്ലീറ്റ് ഉറങ്ങിയിട്ടേ എഴുന്നേക്കാറുള്ളൂ. പക്ഷെ നമുക്ക് ആ ഒരു സംഭവമൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. നെറിന് ഒരുപാട് മാറിപ്പോയി. ഞാൻ ആദ്യം ഫോൺ വാങ്ങിയപ്പോൾ ആദ്യം കണ്ടിരുന്ന വ്ളോഗ്സ് നെറിന്റെയാ. പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ നെറിനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അതെന്താണെന്നറിയോ, എനിക്ക് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ സമയം എന്ന് പറയുമ്പോഴേക്കും എന്റെ ഫേസ് വ്യത്യാസമുണ്ട്, മുടി നല്ല തിക്കായിട്ടുള്ള ലോങ് ഹെയർ ഉണ്ട്. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ ഞാൻ പല്ലിയിൽ കമ്പി ഇട്ടു. പിന്നെ നമ്മള് ഫേസിന് കുഴിയുടെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് മൊത്തത്തിൽ അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടാവും. പിന്നെ ഇത്രയും നാളാകുമ്പോഴേക്കും ഏത് മനുഷ്യനാണെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റമൊക്കെ വരുമല്ലോ. അതുകൊണ്ടായിരിക്കാം. എന്തായാലും നല്ല മാറ്റമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ചേച്ചിക്ക് 2025 മോസ്റ്റ് മോശപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു സംഭവവും ഏറ്റവും സന്തോഷമായ അല്ലെങ്കിൽ ഒരു പ്രൗഡ് മൊമെന്റ് ആയ ഒരു അനുഭവവും പറയാമോ? എന്റെ പേര് ഷിഫാന എന്നാണ്. എന്റെ പേരൊന്ന് എടുത്തു പറയണേ. ഹായ് ഷിഫാന. 2025 മോസ്റ്റ് മോശപ്പെട്ടെന്ന് വെച്ചാൽ ഒരു 2024 പകുതി തൊട്ട് ഇങ്ങോട്ട് നല്ല ശഠപട നല്ല അസൽ മോശം വർഷം ആയിരുന്നു. കുറെ എത്രയും മോശപ്പെട്ട ഒരു വർഷങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അത് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. കുറെ കാര്യം നമ്മൾ എത്ര വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിലും നമ്മളെ പറ്റിക്കും എന്നുള്ള കാര്യം മനസ്സിലായി. നമ്മൾ എന്തൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മാക്സിമം ചെയ്ത് കൊടുത്തിട്ടുള്ള ആളുകളാണെങ്കിലും തിരിഞ്ഞു നിന്ന് നമ്മളെ കുറ്റം പറയുന്നുള്ളത് മനസ്സിലായി. കുറെ കാര്യങ്ങൾ, കുറെ എൻലൈറ്റ്മെന്റ്സ് ഉണ്ടായ ഒരു വർഷമാണ്. കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ക്ലിയർ ആയി കിട്ടിയ, കാര്യം കഴിഞ്ഞാൽ നമ്മൾ കറിവേപ്പിലയാണെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായ ഒരു വർഷമായിരുന്നു കേട്ടോ. നിങ്ങൾ വല്ല റിലേഷൻഷിപ്പ് ആണെന്നൊന്നും വിചാരിക്കല്ലേ. എനിക്ക് ആ സംഭവം അതൊന്നും അല്ല ഞാൻ പറയുന്നത്. അത് ഓരോന്നും എടുത്ത് പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. കാരണം അത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രൈവസി അല്ലേ. ഇപ്പം ഞാൻ എന്താണോ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ നിങ്ങൾ കാണുന്നുള്ളൂ. പക്ഷെ അതിനപ്പുറം നമ്മുടെ ലൈഫിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ നല്ലതെന്ന് പറയുമ്പോഴേക്കും ഞാൻ പറയുന്ന പോലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ കാണിക്കാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് കാണിക്കണ്ട എന്ന് തോന്നിയാൽ ഞാനത് വീഡിയോ ആയിട്ട് ഇടാറില്ല പൊതുവെ. ഓക്കെ, അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവർക്കും ഉണ്ടാവും. എന്നാലും കൂടുതൽ ചേച്ചിക്ക് എന്താ ഫീൽ ചെയ്തേ? അതായത് 2025 എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെല്ലാം തകർന്നു തരിപ്പണമായി, ഇനി ഒന്നുമില്ല എന്നുള്ള ആ ഒരു ലെവലിലേക്ക് ഫിനാൻഷ്യലി പറഞ്ഞ പോലെ മെന്റലി എല്ലാം നമ്മൾ എല്ലാവരും ഫാമിലി എല്ലാം എത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പൊ എല്ലാവരും വിചാരിച്ചു നിങ്ങൾ തീർന്നു എന്നുള്ളവര് ചുറ്റുമുള്ളവരൊക്കെ വിചാരിച്ചപ്പോഴും സ്റ്റേബിൾ ആയിട്ട് നിന്നിരുന്ന സ്ഥലത്ത് നിന്നും കുഴി കുഴിച്ച് താഴെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പൊക്കി എടുത്തോണ്ട് വന്ന
അങ്ങനത്തെ ഒരു വർഷമായിരുന്നു. എനിക്ക് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റിയ ഒരു സംഭവം അല്ല, എപ്പോഴും ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ താഴെ പോകാനായിട്ട് സമ്മതിച്ചില്ല. ചേച്ചി യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഹാപ്പി ആയിരുന്നോ? ഞാൻ യൂട്യൂബ് തുടങ്ങാൻ ഡ്രീം ഉണ്ട്, തുടങ്ങട്ടെ പ്ലീസ് പറയോ? ഓ പിന്നെന്താ, തുടങ്ങിക്കോട്ടെ. ഇപ്പൊ എല്ലാവർക്കും തന്നെ എനിക്ക് ഒരു വീട്ടില് ഒരു ഒന്നോ രണ്ടോ ഒരു ചാനൽ എന്തായാലും എല്ലാ വീട്ടിലും ഉണ്ടാവും. അത് നമ്മൾ തുടങ്ങി പിന്നെ അതിൽ നമ്മൾ വർക്ക് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക, നല്ല കോണ്ടന്റ് ഇടുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനിത് ഇതാവുമെന്ന് വിചാരിച്ചല്ലല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഒരു 1-2 ആഴ്ചത്തേക്ക് എനിക്ക് പേടി കൊണ്ട് ഉറക്കം ഉണ്ടായിരുന്നില്ല. അതായത് ഇത്രയും ആളുകൾ വീഡിയോ കാണാൻ തുടങ്ങി, കമന്റ്സ് വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ടെൻഷനായി. കാരണം ഞാൻ അതിന് വേണ്ടിയിട്ടല്ല വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്, ഇത്ര ആളുകൾ കാണാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എന്റെ സംഭവം സംസാരം ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നോക്കുമ്പോണ്ട് ദേ വരുന്ന കമന്റ്സ്, ഇതിങ്ങനെ ഇതേപോലെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഒക്കെ വരുന്ന. അന്ന് എന്റെ പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നിട്ട് പോലും ഇങ്ങനെ കുറെ റിക്വസ്റ്റും സംഭവങ്ങളൊക്കെ വന്ന് എനിക്ക് പേടിയായി. രാത്രി ഉറക്കമില്ലാണ്ടായി, കരച്ചിലായി. വീഡിയോ വൈറലായത് കൊണ്ട് കരഞ്ഞ് നിലവിളിച്ച ലോകത്തെ ആദ്യത്തെ ആള് ഞാനായിരിക്കും. ഞാനാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. പേടിക്കൊന്നും വേണ്ട, സ്റ്റാർട്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റാന്നുള്ളതാണെങ്കിൽ ആ രീതിയിൽ നന്നായിട്ട് നോക്കി. പിന്നെ പഠിത്തം മാറ്റി വെച്ചിട്ട് ഇത് ചെയ്യാൻ നിൽക്കരുത്. പഠിത്തം നന്നായിട്ട് നടക്കട്ടെ, ഒരു വഴിക്ക് ഇതും കൂടെ നോക്കിയാൽ മതി കേട്ടോ. ഡോണ്ട് യു ഫീൽ അഫ്രൈഡ് വെൻ ക്വിറ്റിംഗ് 9 to 5 ജോബ് ഫോർ യൂട്യൂബ്? ഞാൻ എപ്പോഴും ഓർക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ഇൻഫ്ലുവൻസർ ഒക്കെ ആണ് നല്ലത്. സോ ദാറ്റ് ആരുടെയും പ്രഷർ വരില്ലല്ലോ. ഐ എം കറന്റ് 21 ബട്ട് സ്റ്റാർട്ടഡ് ഹേറ്റിംഗ് മൈ കോർപ്പറേറ്റ് ജോബ്. ഇനി എന്താ ചെയ്യാന്ന് അറിയൂല. എടാ 9 to 5 ജോബ് കിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എനിക്കന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എല്ലാരും പറഞ്ഞു ഇത് ഇങ്ങനെ ജോലി കളഞ്ഞിട്ട് ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല, അത് റിസ്ക് ആണ് എന്നുള്ളത്. പക്ഷെ എനിക്കിത് മതി എന്നുള്ളത് എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നൽ എനിക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ ക്വിറ്റ് ചെയ്തത്. പക്ഷെ ക്വിറ്റ് ചെയ്ത് ജോലി കഴിഞ്ഞ് ഞാൻ യൂട്യൂബിലേക്ക് ഇറങ്ങി എന്നാണെങ്കിൽ പോലും ഒരു പീരീഡ് ഉണ്ടായിരുന്നു എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല, യൂട്യൂബിൽ എന്താ വീഡിയോ ഇടേണ്ടതെന്ന് അറിയില്ല, വ്യൂസ് ഇല്ല. എത്രയും കഷ്ടപ്പെട്ട് ലോങ് വീഡിയോ ആണല്ലോ ചെയ്യുന്നത്. എന്നിട്ട് എനിക്ക് വ്യൂസ് വരുന്നില്ല. എനിക്കറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ പിന്നെ എപ്പോഴോ ഓരോന്നിങ്ങനെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് കയറാൻ തുടങ്ങി. പക്ഷെ ഒരു കാര്യം, ഇപ്പൊ കഴിഞ്ഞ ന്യൂസ് വന്നത് കണ്ടായിരുന്നോ? ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലികളുടെ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ് കോണ്ടന്റ് ക്രിയേഷൻ എന്നാണ് ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസ് പറയുന്നത്. അത് നമ്മൾ പുറത്തു നോക്കുമ്പോൾ നമ്മളുടെ ലൈഫ് ചേഞ്ച് ആവുന്നത്, നമ്മളുടെ ഹാപ്പി മൊമെന്റ്സ് എല്ലാം കാണുമ്പോഴേക്കും ഇതാണ് ലൈഫ്, ഒട്ടും ടെൻഷൻ ഇല്ല എന്നൊക്കെ നമ്മൾ പുറത്തു നോക്കുമ്പോൾ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഇത് തരുന്ന ഒരു പ്രഷർ ഉണ്ട്. അത് അനുഭവിക്കുന്ന, അതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന, ഡിപ്രഷനിലായി പോകുന്ന, അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ട്, തെറാപ്പിക്ക് പോകുന്നവരുണ്ട്, മരുന്ന് കഴിക്കുന്നവരുണ്ട്. ഇവൻ നമ്മൾ കാണുന്ന ഇപ്പം സിനിമയിലൊക്കെ കാണുന്നവരൊക്കെയും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നമുക്ക് തോന്നൂലേ? പക്ഷെ എല്ലാവരുടെ ലൈഫിന്റെ ബാക്കിൽ വേറൊരു ലൈഫ് ഉണ്ട്. അത് അവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലൈഫിലെ പല കാര്യങ്ങളായിട്ട് നമ്മൾ കരഞ്ഞ് നിലവിളിച്ചിരുന്നാലും നമ്മൾ ചിരിച്ചോണ്ട് വന്നിട്ടേ വീഡിയോ ഇടാറുള്ളൂ മിക്കവരും. അപ്പൊ നമുക്കറിയില്ല അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് എന്നുള്ളത്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് കിട്ടുന്ന റീച്ച് ആണെങ്കിലും ബ്രാൻഡ് കൊളാപ്സ് ആണെങ്കിലും ഒക്കെ ഒരു ലെവൽ കഴിഞ്ഞാൽ നമുക്ക് തരുന്നൊരു പ്രഷർ ഉണ്ട്. അത് നമ്മളത് അതിൽ കൂടെ പാസ് ചെയ്ത് പോയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് പറയുമ്പോഴേ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇതൊക്കെ എന്ത് പ്രഷർ, ഇതിലും പ്രഷർ ഉണ്ട്, ജോലി ഉണ്ട്, അത്രയും പ്രഷറുള്ള ജോലി ഇല്ല എന്നല്ല പറയുന്നത്. കാണുന്നത്ര ഭയങ്കര അടിപൊളിയായിട്ടുള്ള അല്ലെങ്കിൽ ഹാപ്പിനെസ് മാത്രമുള്ള പ്രഷർ ഇല്ലാത്തൊരു ജോലിയല്ല സോഷ്യൽ മീഡിയ. അതും കൂടെ മനസ്സിലൊന്ന് വെച്ചേക്കാം. ഹായ് ചേച്ചി, എനിക്ക് ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. താങ്ക് യു. ചേച്ചിയുടെ ലൈഫിൽ ഏറ്റവും സന്തോഷം തോന്നിയ ദിവസം ഏതാണ്? ലോട്ട്സ് ഓഫ് ലവ് ഫ്രം കർണാടക. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു ദിവസം കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് സന്തോഷം തോന്നിയത് വേളാങ്കണ്ണിയിൽ പോയപ്പോഴാണ്. അവിടെ വെച്ചിട്ടാണ് എനിക്ക് 1 million ആയത്. അത് നമ്മള് ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഗതിയാണെന്ന്. ചേച്ചീനെ കണ്ട കോളേജ് പഠിക്കുന്ന പോലെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഓരോ ഔട്ട്ഫിറ്റ്സിന്റെ. പിന്നെ എന്നെ നേരിട്ട് കാണുമ്പോൾ പറയാറുണ്ട് കേട്ടോ ആളുകള്, എന്ന് വെച്ചാൽ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ചെറുതാണ്. വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉള്ളത് പോലെ ഫീൽ ചെയ്യും. പക്ഷെ നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ഞാൻ ചെറുതാണ്. അപ്പൊ ആളുകൾ നിറം തന്നെയാണോ എന്നുള്ള ഒരു ഡൗട്ട്. പിന്നെ ഫേസിന്റെ ഷേപ്പിന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് തോന്നും. പറയാറുണ്ട് വീഡിയോസിലുള്ള ആ ഒരു ഷേപ്പ് അല്ല നേരിട്ട് കാണുമ്പോൾ എന്നുള്ളത്. ചിലപ്പോൾ ക്യാമറയുടെ ഒക്കെ ആംഗിളുടെ വ്യത്യാസമായിരിക്കും. നേരിട്ട് കാണുമ്പോൾ വേറൊരു ഇത്രയുടെ വ്യത്യാസം ഉണ്ടെന്ന് പറയാറുണ്ട്. 2025 അച്ഛനും അമ്മയ്ക്കും ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം എന്താ പറയാ, എന്റെ എക്സ്ട്രീം ഞാൻ കൊടുത്ത ഒരു വർഷമാണ്. അവർക്ക് മാത്രമല്ല വേറെ പലർക്കും കൊടുത്തിട്ടുള്ള കാര്യമാണ്. എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായിരുന്നതും എൻ്റെ മെന്റലി ഫിനാൻഷ്യലി എല്ലാം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു വർഷമാണ്. അപ്പൊ അത് കിട്ടിയിട്ടുള്ളവർക്ക് അറിയാം എന്താണെന്നുള്ളത്. ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം.
നമ്മൾ ഈ ഹെയർ ഗ്രോത്ത് ജേണി അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഒരു മെയിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നേ. പുള്ളിക്കാരിക്ക് തൈറോയിഡോ അങ്ങനെ എന്തോ കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് മുടി ഭയങ്കരമായിട്ട് പോകുന്നുണ്ടായിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടും മുടി കൊഴിച്ചിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല, മുടിക്ക് ലെങ്ത് വെക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ എക്സാക്ട്ലി ആ സംഭവം എന്താണെന്ന് ഓർമ്മയില്ല. പക്ഷെ ഭയങ്കര എന്ന് വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടി, ഭയങ്കര ഹാപ്പിനെസ്സിൽ എനിക്ക് എഴുതി അയച്ചൊരു മെയിൽ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന അത്രയും ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് കിട്ടുന്ന ഒരു മെയിൽ അതായിരുന്നു. അത് അയച്ചിട്ട് ഞാനങ്ങ് ഭയങ്കര കരച്ചിലായിരുന്നു അന്നോട്. അയ്യോ, ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു സാധനം ഒരാൾക്ക് ഇത്ര യൂസ്ഫുൾ ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ഇത് ഞാൻ മറക്കാത്ത ഒരു ഇൻസിഡന്റ് ആണ്. പിന്നെ റീസെന്റ് ഉണ്ടായിരുന്ന ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് വെച്ചാല്, ഞങ്ങൾ അൻവറിന്റെ ഫ്ലാറ്റിൽ പോയില്ലേ ഡിസംബറില്, ക്രിസ്മസിന്റെ സമയത്ത് പോയപ്പോ ഞങ്ങൾ പൂളിൽ ഇറങ്ങി. അപ്പൊ എല്ലാരും കൂടെ, വലിയ പൂളാട്ടോ അവിടെ, അപ്പൊ എല്ലാരും കൂടെ പൂളിൽ ഇറങ്ങിയിട്ട് നടക്കുന്ന മത്സരം വെക്കാന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ വലിയ കാര്യമായിട്ട് നീന്താനെന്ന് അറിഞ്ഞൂടാ. അൻവർ നീന്തും, ബാക്കിയുള്ളവരല്ല. ഞാൻ കല്യാണി ചേച്ചി, രവീണ, പിന്നെ രവീണയുടെ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ ഇവനുണ്ട്, അൻവർ ഉണ്ട്. അപ്പൊ എല്ലാരും കൂടെ ഇവരുടെയൊക്കെ വലിയ വലിയ കാലാണെന്നാണ് എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തത്. കാരണം വെള്ളത്തിൽ കൂടെ നടക്കാൻ ഞാൻ രണ്ടടി വെച്ചപ്പോഴേ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് മറിഞ്ഞു വീണ്. ഞാനൊക്കെ നോക്കുമ്പില്ല, നമ്മളെന്തിരിക്കുന്ന കടലിൽ പോയൊരു ഫീലായിരുന്നു. മുങ്ങി അങ്ങ് പോയിട്ട് എന്റെ മൂക്കിൽ കൂടെ, വായിക്കൂടെ, ചെവി കൂടെ ഒക്കെ വെള്ളം കയറിയിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ചത്ത്. എനിക്ക് കൈയും കാലും പോലും അനക്കാൻ പറ്റണില്ല. ഫുൾ ഞാൻ അത്ര ആഴമുള്ള സ്ഥലത്തേക്ക് പോയി. ഞാൻ വിചാരിച്ചു ഞാൻ ചത്തുന്നു. പക്ഷെ ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് രവീണ എന്റെ കാലിലോ കയ്യിലോ പിടിച്ചിട്ട് എന്തോ പൊക്കിയെടുത്ത്. എനിക്ക് കുറച്ചു നേരത്തേക്ക് കിളിയുണ്ടായിരുന്നില്ല. അതോടെ എനിക്ക് വെള്ളവും പേടിയായി. അത് ഇപ്പൊ എന്താ, പൂളിന്റെ കാര്യം പറഞ്ഞാലും വെള്ളത്തിന്റെ കാര്യം, വെള്ളത്തിൽ ഇറങ്ങാന്നുള്ള പറഞ്ഞാലും എനിക്ക് ഭയങ്കര പേടിയായിട്ട് മാറി. അത് ഞാൻ ഒരിക്കലും പറയൂല. എങ്ങനെയാണ് ഇത്ര പോസിറ്റീവ് ആൻഡ് കാം ആയിട്ടിരിക്കുന്നേ? നിങ്ങൾ എന്റെ വീട്ടിൽ വരണം, അപ്പൊ അറിയാൻ പറ്റിയ എന്റെ തനി സ്വഭാവം. പിന്നെ ഞാനിങ്ങനെ എപ്പോഴും പോസിറ്റീവ് ആയിട്ടൊന്നും ഇരിക്കുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുമായിരിക്കും ഞാനിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ മലയും കാടും കുന്നും ഒക്കെ ഇങ്ങനെ കയറി പോകുന്ന ഒരാളാണ്. പക്ഷെ ഫൈനലി ഒരു ഹോപ്പ് വെച്ചിട്ട് അങ്ങ് എല്ലാ കാര്യങ്ങളും ചെയ്യും. ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ ചേച്ചി പോകുമോ? എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ട്. യൂട്യൂബ് ഷോർട്സ് കാണുമ്പോൾ ചേച്ചിയുടെ കോൺഫിഡൻസ് കൂടിയിട്ടുള്ളത് പോലെ തോന്നിയിട്ടുണ്ട്. ചേച്ചിയുടെ യൂട്യൂബ് ജേർണി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യോ? എടാ, എനിക്ക് ആദ്യം ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവൻ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, ഇത്ര ആളുകൾ എന്നെ കാണുന്നുണ്ടെന്നാണെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമോ, ആളുകളോട് സംസാരിക്കുമോ, ആരെങ്കിലും എന്നെ കാണാൻ ഇങ്ങനെ വന്നാൽ ഞാൻ അപ്പുറത്തൂടെ കറങ്ങി വേറെ വഴിക്ക് പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ഇത് നേരത്തെ പണ്ടത്തെ നമ്മുടെ യൂട്യൂബ് Q&A വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സമയം കഴിയും തോറും മാറി വന്നു. എനിക്ക് തോന്നുന്നു എനിക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ടുണ്ടായിരുന്നതാണ് എന്റെ കുഴികളും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒന്ന് ലെവലായി വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് വന്നു. അങ്ങനെ ഞാൻ കൂടുതൽ ആളുകളോട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ സംസാരിക്കാനാണെങ്കിലും ഞാനിപ്പോ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നില്ലേ, ഈ ലെവലിൽ എനിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അത് ഞാൻ പതിയെ ട്രെയിൻ ചെയ്ത് എന്നെ തന്നെ ഇങ്ങനെ ആക്കിയെടുത്തതാ. അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ആളുകൾ വന്ന് സംസാരിച്ചാലും തിരിച്ച് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ആയി. അപ്പോൾ അതിൽ വന്ന മാറ്റങ്ങളായിരിക്കാം ഇതൊക്കെ. നൂറിക എങ്ങനെ പോകുന്നു? ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയോ? ഫിനാൻഷ്യലി എനിക്ക് തോന്നുന്നു ഞാൻ ഇൻഡിപെൻഡന്റ് ആയിക്കൊണ്ടിരിക്കുന്നു, വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നു. പിന്നെ നൂറിക എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ, ഇത് കുറെ പേര് ചോദിക്കുന്ന കാര്യമാണ്, നീ ബിസിനസ് പൂട്ടിയോ, നിർത്തിയോ, പൊട്ടിപ്പോയോ എന്നൊക്കെ. ഇതൊന്നും അല്ല കാര്യം. ഞാൻ കുറച്ച് നാളത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തതാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പറയില്ലേ, എന്താ പറയാ, പണം കായ്ക്കുന്ന മരമാണെങ്കിലും പെരയ്ക്ക് മീതെ വന്ന വെട്ടണം, അങ്ങനെ എന്തോ സംഭവം ഇല്ലേ, ആ ഒരു ലെവലിലാണ് ഞാൻ നിന്നോണ്ടിരുന്നത്. അതായത് നമുക്ക് എത്ര ബെനിഫിറ്റ് ഉള്ള കാര്യമാണെങ്കിലും അത് നമ്മുടെ സമാധാനം ഉറക്കവും കളയുന്നുണ്ടെന്നാണെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റണം എന്നുള്ളതാണ് എന്റെ ഒരു പോളിസി. കാരണം എനിക്ക് അത് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ നിർത്തിയെന്നല്ല, ഞാനൊരു പോസ് എടുത്തേക്കാണ്. ഞാൻ ആ മരം വെട്ടിയിട്ടില്ല, അതിനൊന്ന് വലിച്ചൊന്ന് നീക്കി കെട്ടി വെച്ചേക്കാണ്. കാരണം എനിക്ക് യൂട്യൂബും അതും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് സത്യം. പക്ഷെ എല്ലാ കുറെ പേരൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്, അവർക്കൊക്കെ ഇത് എങ്ങനെ പറ്റുന്നതെന്ന് ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കാറുണ്ട്. ഇവൻ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം നെസ്സിയനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്, എന്റെ അനിയത്തി. അവളത് ചെയ്തോളും. എന്നാലും എന്റെ ഇൻവോൾവ്മെന്റ് വരുമ്പോ എനിക്ക് നമ്മുടെ ചാനൽ നോക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മുടെ ചാനൽ നോക്കുമ്പോൾ അതിന്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല. അത് നോക്കുമ്പോഴേക്കും നമ്മുടെ ചാനൽ ഡൗൺ ആയി പോകുന്നു. ചാനലാണെങ്കിൽ ഇത്രയും നാളായിട്ട് നമ്മൾ ഇത്ര 5-6 വർഷം കൊണ്ട് ഞാൻ ഉറക്കമൊക്കെ കളഞ്ഞ് ബിൽഡ് ചെയ്തെടുത്ത ഒരു സംഭവം അത് ഡൗൺ ആയി പോയപ്പോഴേക്കും എനിക്ക് പിന്നെ ഉറക്കമില്ല. പിന്നെ അതിന്റെ കാര്യങ്ങൾ ആലോചിച്ച് അതിന്റെ മെറ്റീരിയൽ, അതിന്റെ സോഴ്സിങ്, അതിന്റെ സ്റ്റിച്ചിങ് അതൊക്കെ ചെയ്യുമ്പോൾ വേറെ ആളുകളാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മളുടെ ഇൻവോൾവ്മെന്റ് അവിടെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് എല്ലാം കൂടെ അങ്ങ് മാനേജ് ചെയ്യാൻ പറ്റാതെയായി. എനിക്കെന്തോ അതിലേക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അതിങ്ങനെ എന്താ പറയാ, ഞെരിച്ച് കളയുന്ന പോലത്തെ ഒരു ഫീല്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നാളത്തേക്കൊന്നൊരു പോസ് എടുത്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാന്ന്. അതുകൊണ്ടാണ് ഇപ്പൊ നൂറികയിൽ പ്രത്യേകിച്ച് അങ്ങനെ അപ്ഡേഷൻസോ കാര്യങ്ങളോ ഉണ്ടാവാത്തത്. പക്ഷേ നമ്മളുടെ ഒരു സ്മോൾ ബിസിനസ് ആണ്, നമ്മൾ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് എങ്കിൽ പോലും 5000+ ഓർഡേഴ്സ് ആ ഒരു സമയം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് ചിലപ്പോൾ 2-3 പീസസ് ആയിരിക്കും പോകുന്നത്, പല ടൈപ്പ് സാധനം. അപ്പൊ അത്രയും പീസസ് നമ്മൾ സെല് ചെയ്തിട്ടുണ്ട്. ഈ അതിന്റെ പ്രഷറിന്റെ ഒപ്പം തന്നെ നമ്മുടെ ചാനലിന്റെ കാര്യങ്ങൾ, പിന്നെ ഇവിടെ വേറെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടെ വന്നപ്പോ എനിക്ക് ഉറക്കമില്ലാതെ ആയി. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്താണോ ആ ഒരു സ്ട്രെസ് മാറ്റാൻ വേണ്ടി ചെയ്യാൻ പറ്റുക അത് ഞാൻ ചെയ്തു. ആ കൂട്ടത്തിൽ ഞാൻ മടക്കി കൂട്ടി വെച്ചൊരു സാധനമാണ് നൂറിക.
പക്ഷെ സമയമാകുമ്പോഴേക്കും ഞാനത് വീണ്ടും കൊണ്ടുവരും. ചേച്ചി ആരെയോ മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് ഓൾ, മീനിങ് മനസ്സിലായോ? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി എന്നിട്ട് ആൻസർ പറയണേ. ഞാൻ മോർണിംഗ് പേഴ്സൺ അല്ല. ഞാനിപ്പോൾ എണീക്കുമ്പോഴേക്ക് ലേറ്റ് ആവാറുണ്ട്, രാത്രി ലേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു നൈറ്റ് ഓൾ ആണ്. പക്ഷെ ഞാൻ ആ ഒരു റൂട്ടീൻ മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട്. നേരത്തെ കിടന്ന് നേരത്തെ എണീക്കുക എന്നുള്ളത് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്തിരുന്ന് ഡിലേ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയം എനിക്ക് കിട്ടുന്ന അത്ര ഉറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഏത് സമയത്ത് കിടന്നാലും അലാം സെറ്റ് ചെയ്ത് വെക്കുക. നേരത്തെ കിടന്നാൽ രാവിലെ നേരത്തെ എണീക്കും, ലേറ്റ് ആയിട്ട് കിടന്നാൽ ലേറ്റ് ആയിട്ട് എണീക്കും, അങ്ങനെയാണ്. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. ഇത് ഞാൻ അന്നേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. 1 2 3 4 എന്നൊക്കെ ഇങ്ങനെ നമ്പർ ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ, ഇഫ് യു കുഡ് ഗോ ബാക്ക് ആൻഡ് ഗിവ് യുവർ യങ്ങർ സെൽഫ് വൺ വാർണിംഗ്, വാട്ട് വുഡ് ഇറ്റ് ബി? ഞാൻ ചെന്നിട്ട് നല്ല നല്ല അടിയങ്ങ് വെച്ച് കൊടുത്തിട്ട് മര്യാദയ്ക്ക് ഇരുന്നോളണം, വേഷം കെട്ടൊന്നും കാണിക്കരുത്, ഡിപ്രസ്ഡ് ആവരുത്, ഇതിലും നല്ലത് നല്ല കാര്യങ്ങൾ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്നുണ്ട് എന്നുള്ളത് പറയും. വാട്ട്സ് വൺ ഹാബിറ്റ് ഓഫ് ക്യാമറ ദാറ്റ് ഹെൽപ്സ് യു സ്റ്റേ ഗ്രൗണ്ടഡ്? ഓഫ് ക്യാമറയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കും, പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കളർ ചെയ്യും. ഈ മറ്റേ പടം വരയ്ക്കുന്നതല്ല, നമ്മുടെ സ്കെച്ച് ബുക്ക് കിട്ടൂലേ, അതിൽ പടം വരയ്ക്കും. ഞാൻ എന്നെ തന്നെ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ ഹോബീസ് ആട്ടോ. പിന്നെ ചെടികൾ എന്തെങ്കിലുമൊക്കെ നോക്കും, പാട്ട് കേൾക്കും, സിനിമ കാണും. അതൊക്കെയാണ് ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്യുന്ന കാര്യങ്ങൾ. മൂന്നാമത്തെ, വാട്ട്സ് എ സ്മോൾ ഡിസിഷൻ ദാറ്റ് അൺഎക്സ്പെക്ടഡ്ലി ചേഞ്ച് യുവർ ലൈഫ്? യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. ആ ഒരു ഏറ്റവും വലിയ അൺഎക്സ്പെക്ടഡ്ലി എന്റെ ലൈഫ് ചേഞ്ച് ആക്കിയ ഒരു കാര്യം. ഇഫ് യുവർ ജേർണി വാസ് എ മൂവി, വാട്ട് വുഡ് ദ ടൈറ്റിൽ ബി റൈറ്റ് നൗ? അയ്യോ, എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ. അതിപ്പോ എന്തായിരിക്കും? ചാറ്റ് ജിപിടിയോട് ചോദിച്ചു നോക്കിയാലോ? ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും ചാറ്റ് ജിപിടിയിൽ പറയാറില്ല, എന്നാലും ബേസ്ഡ് ഓൺ ദ എക്സ്പീരിയൻസ് ആൻഡ് ഡീറ്റെയിൽസ് ഐ ഷെയർഡ് ചോദിക്കാം. ചോദിച്ചിട്ടുണ്ട്, ചാറ്റ് ജിപിടി എന്താ പറയുന്നേ നോക്കാം. ദ ആർട്ട് ഓഫ് സ്റ്റാർട്ടിങ് അഗെയിൻ, powered by overthinking and Wi-Fi. One reel away from success. Plot twist, she started another project. The CEO of What If. A million subscribers, infinite questions. Mission impossible, deciding something once. ChatGPT നമ്മളെങ്ങ അരച്ച് കലക്കി കുടിച്ചു വെച്ചേക്ക. യൂട്യൂബ് ഇവന്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ? ഇത് കുറെ പേര് ചോദിക്കുന്ന ഒരു സംഭവം കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് യൂട്യൂബിൽ തന്നെ പല കാറ്റഗറിയിലുള്ള ഇവന്റ്സ് ഉണ്ട്. അതായത് നമുക്ക് കൊച്ചി, ചെന്നൈ, ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യൂട്യൂബ് ആ ഒരു ഏരിയ വെച്ചിട്ട് നടത്തുന്ന, അതായത് അവിടെയുള്ള മിക്ക ക്രിയേറ്റേഴ്സിന് അതിന് ഇൻവിറ്റേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ഫോം ഉണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ പരിപാടിക്ക് പോയി അറ്റൻഡ് ചെയ്ത് എല്ലാ ക്രിയേറ്റേഴ്സിനൊക്കെ നന്നായിട്ട് മിങ്കിൾ ചെയ്ത്. ഇപ്പൊ നിങ്ങൾ കാണാറില്ലേ, നമ്മൾ കൊച്ചിയിലൊക്കെ ഉള്ള ഇവന്റിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ ക്രിയേറ്റേഴ്സ് ഉണ്ടാവും, എല്ലാവരെയും കണ്ട് അടിച്ചു പൊളിച്ചായിരിക്കും നമ്മൾ വരുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രിയേറ്റർ കളക്റ്റീവ് ആണെന്ന് തോന്നുന്നു. ആ സംഭവം ക്രിയേറ്റേഴ്സ് കൂടുതൽ ഉണ്ടാവും, പക്ഷെ ഇത്ര സ്ലോട്ട്സേ ഉണ്ടാവുള്ളൂ. ഇപ്പം ചിലപ്പോൾ ഒരു 100-150 സ്ലോട്ട്സേ ഉണ്ടാവുള്ളൂ. അത്രയും പേർക്ക് മാത്രമാണ് അതിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതും ഇതേപോലെ തന്നെ ഓരോ സ്റ്റേറ്റ്സിലും പല പല സ്ഥലങ്ങളിലായിട്ട് ക്രിയേറ്റർ കളക്റ്റീവ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ പോവാറില്ലേ ഇവന്റിന്, ഇപ്പൊ ബാംഗ്ലൂർ, ഡൽഹി ഒക്കെ പോകുമ്പോഴത്തേക്കും അതെന്താന്ന് വെച്ചാൽ നമ്മളുടെ ചാനൽ വെച്ചിട്ട് യൂട്യൂബ് ഇത്രയും വലിയ കമ്പനി ഇല്ലേ, അവർ കുറെ റിസർച്ച് ചെയ്യുന്നുണ്ട്, അവർ ഓരോ പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതായത് ടെക് ചാനലുകൾ, ട്രാവൽ ചാനലുകൾ, പ്രൊഡക്റ്റ് റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന ചാനലുകൾ, പല കാറ്റഗറി ആയിട്ട് അവർ പല സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഏത് സ്റ്റഡിയാണോ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലുകൾ അവർ സെലക്ട് ചെയ്തിട്ട് ആ ചാനലിന്റെ ആളുകളായിട്ട് അവർ കുറച്ച് ഇന്ററാക്ഷൻസും കാര്യങ്ങളൊക്കെ വെക്കും. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിലാണ് നമ്മൾ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സെലക്ടഡ് ആയിട്ടുള്ളവർക്ക് യൂട്യൂബ് ഒഫീഷ്യൽ ആയിട്ട് മെയിൽ അയക്കും. ആ മെയിലിൽ ഒരു ഫോം എന്തെങ്കിലും ഉണ്ടാവും, നമ്മൾ അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യും. കാരണം ഇൻവിറ്റേഷൻ നമുക്ക് അയച്ചാൽ മാത്രം പോരാ, നമ്മൾ അവിടെ ചെല്ലുവോ ഇല്ലയോ എന്നുള്ളതും കൂടെ അവർ അറിയിക്കണം. അപ്പൊ നമ്മൾ ഉണ്ടാവും എന്നുള്ളത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വരും. കൺഫർമേഷൻ മെയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റേ എങ്ങനെയാണ്, ട്രാവലിംഗ് എങ്ങനെയാണ്, സംഭവങ്ങളൊക്കെ എല്ലാം അവർ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ട് വേറൊരു മെയിൽ അയക്കും. അപ്പൊ ആ ഏത് ദിവസമാണോ ആ ദിവസം അവർ പറയുന്ന ഫ്ലൈറ്റിൽ കയറി നമ്മൾ പോവാ, പരിപാടി അറ്റൻഡ് ചെയ്യുക, തിരിച്ചു വരാം. ഇതിൽ ഓൾ ഇന്ത്യ ഒരു 100-ൽ താഴെ ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഈ ബോഡി ഷെയ്മിങ് അങ്ങനെയുള്ള എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ? നമ്മൾക്ക് കുരു എന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ മുന്നത്തെ Q&A പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെങ്ങനെ കൈകാര്യം ചെയ്തു, പിന്നെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ? ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ആരെങ്കിലും അവോയ്ഡ് ആക്കിയിട്ടുണ്ടോ? അങ്ങനെ വെറുതെ പറ്റാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ആരും അവോയ്ഡ് ആക്കിയിട്ടില്ല. അവോയ്ഡ് ആക്കിയിരുന്ന ആളുകൾ പോലും നമ്മളെ നിർണല്ലേ ഞങ്ങളുടെ ആളാണ് എന്നുള്ള രീതിയിലുള്ള അങ്ങനെ മാറി. പിന്നെ ഇപ്പൊ നമ്മളങ്ങനെ ആരും അവോയ്ഡ് ആക്കിയിട്ടില്ല. അവോയ്ഡ് ആക്കിയവർക്ക് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളൂ.
ഇൻട്രോവേർട്ട് ആയിരുന്ന ചേച്ചി എങ്ങനെ യൂട്യൂബിൽ എത്തി ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കുന്നു? എല്ലാം മായ. ഞാൻ വീഡിയോയിൽ മാത്രമേ ഇങ്ങനെ സംസാരിക്കുള്ളൂ, പുറത്തിറങ്ങി ഞാൻ ഇങ്ങനെ സംസാരിക്കില്ല. പിന്നെ അല്ലെങ്കിൽ എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് മാത്രമേ ഞാനിങ്ങനെ വളവളവളാന്ന് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാറുള്ളൂ. ന്യൂ ആയിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ അഡ്വൈസ്: ഈസി ആണെന്ന് വിചാരിച്ച് യൂട്യൂബിലേക്ക് ഇറങ്ങരുത്, കഷ്ടപ്പെടണം നമ്മൾ. പിന്നെ നമുക്ക് എപ്പോഴും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ടോപ്പിക് ഉണ്ടാവണം, അത് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കണം നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുക. ചേച്ചിക്ക് യൂട്യൂബിൽ നിന്നുണ്ടായ ഒരു ഏറ്റവും വലിയ എക്സ്പീരിയൻസ്, യൂട്യൂബ് തന്നെ വലിയൊരു എക്സ്പീരിയൻസാ. ഞാനിങ്ങനെ പുറകോട്ട് ആലോചിക്കുമ്പോൾ എന്തൊക്കെയാ നടന്നേക്കുന്നേ, ആ ഒരു ഫീലാണ്. മാരേജിന്റെ കാര്യം എന്തോരം പേരാ ചോദിച്ചേക്കുന്നത്. വാട്ട് വാസ് ദി ഇൻസ്പിറേഷൻ ദാറ്റ് ഹെൽഡ് യു മോർ ഇൻ യുവർ ലൈഫ് പ്രോബ്ലംസ്? പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാല് അത് ഞാൻ തന്നെ നേരിടണം, വേറെ ആരും ഇല്ല. നമുക്ക് നേരെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നേരിടാന്നല്ലാതെ നമ്മൾ വേറെ എന്താ ചെയ്യാ? വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് ആലോചിച്ച് ഇങ്ങനെ കൂടുതൽ ടെൻഷൻ അടിക്കും. ചില സമയത്ത് എനിക്ക് അങ്ങനെ ടെൻഷനേ വരാറില്ല. ടെൻഷൻ ഇല്ല എന്നല്ല, ചില കാര്യങ്ങൾ ആലോചിച്ചാൽ അതെന്തായാലും അത് ആ രീതിക്ക് നടന്നോളും എന്നുള്ളത് ഞാനങ്ങനെ വിചാരിക്കും. അതൊക്കെ തന്നെയാണ് ഇൻസ്പിറേഷൻ. ചേച്ചി, ഐ നോ യു ഫ്രം ദ ബിഗിനിങ്. ഐ നോ ദാറ്റ് യു സ്ട്രോങ്ലി ബിലീവ് ഇൻ ഗോഡ്. വാട്ട്സ് യുവർ ഫേവറേറ്റ് ബൈബിൾ വേർഡ്സ് ഓർ ഫേവറേറ്റ് കോട്ട്? ഇത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നത് ഒരു 2018 ആയിരിക്കും, എബൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ധ്യാനം ഉണ്ട്. ഇപ്പൊ കോളേജിൽ നിന്ന് എബൈഡിന് കൊണ്ടുപോയി. നമ്മുടെ എറണാകുളത്ത് ചിറ്റൂരുള്ള ധ്യാന കേന്ദ്രത്തിലാണ് എബൈഡ് ധ്യാനം നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഫുൾ ഗേൾസ് കോളേജാണ് കൊണ്ടുപോയി. അപ്പൊ ഒരു 3-4 ദിവസം നമ്മൾ അവിടെ താമസിച്ചിട്ടുള്ള ധ്യാനം കേട്ടോ. അപ്പൊ അവിടെ പല സെക്ഷൻസ് ആണ്, ഓരോ ടൈപ്പ് പ്രേയേഴ്സ്, ഓരോ രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ ഒരു സെക്ഷൻ എത്തിയപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വിഷ്വൽ നമ്മൾ കണ്ണിൽ കാണും, അല്ലാന്നാണെങ്കിൽ എന്തെങ്കിലും ബൈബിൾ വേഴ്സസോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടും എന്ന് പറഞ്ഞു. ഇത് എത്ര പേർക്ക് വിശ്വാസം എന്ന് എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് നല്ല വിശ്വാസം കേട്ടോ. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കുറെ എല്ലാവരും കിട്ടിയവരൊക്കെ ഇരുന്നു, അതായത് ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ഇരുന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടു കഴിയുമ്പോഴത്തേക്കും. പക്ഷെ ഞാൻ എത്ര ഇതാക്കിയിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. അതിൽ മെയിൻ ആയിട്ടുള്ള ബൈബിൾ വേഴ്സ് ആയിരുന്നു, അതായത് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അതെനിക്ക് കിട്ടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ എത്ര നിന്നിട്ട് എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാനത് കണ്ടു, അതുകൊണ്ട് ഞാൻ ഇരുന്നു. അപ്പൊ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അയ്യോ, എനിക്കത് കിട്ടിയില്ലല്ലോ, അതെന്താ എനിക്ക് കിട്ടാതിരുന്നത് എന്നൊക്കെ വിചാരിച്ചു. എനിക്ക് എന്തോ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു വചനം. അങ്ങനെ ഞാൻ ആ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്നു. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കോൺവെന്റ് ആട്ടോ, ഒരു ഹോസ്പിറ്റലും ഒരു കോൺവെന്റും കൂടെ ഉള്ളത്. അപ്പൊ അവിടെ മതിലില് ഫുള്ള് പെയിന്റ് അടിച്ചിട്ട് അവിടെ ഇങ്ങനെ നമ്മൾ സ്കൂളുകളുടെയും പള്ളികളുടെയും ഒക്കെ മതിലിൽ ഇങ്ങനെ വചനം എഴുതൂലേ, ബൈബിൾ വേഴ്സസ് എഴുതും. അവിടെ മതിലില് ഓരോ പാർട്സിലായിട്ട് പല പല വേഴ്സസ് ആണ് എഴുതുന്നത്. എന്റെ വീട്ടിൽ നിന്ന് ഡോറ് തുറന്ന് നേരെ കാണുന്നത് ആ വചനം അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. എനിക്ക് തോന്നുന്നു 2-3 വർഷത്തേക്ക് ആ ഒരു ബൈബിൾ വേഴ്സ് നേരെ എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിൽ അവിടെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു വണ്ടർ അടിച്ച ഒരു സംഭവം. അതായത് ഞാൻ അത്ര ആഗ്രഹിച്ചിട്ട് ആ സാധനം നേരെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചതുപോലുള്ള ഒരു ഫീൽ ആയിരുന്നു അത്. പിന്നെ കുറെ ഉണ്ട് കേട്ടോ, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഞാനിങ്ങനെ ഇരുന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ പാരന്റ്സിന് മേടിച്ച് കൊടുത്തത് അല്ലെങ്കിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സാധനം, പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ പ്രൗഡാണതില്. ഓൾമോസ്റ്റ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് അത് ഞാൻ എൻ്റെ ഒരു റൂട്ടീനിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ആയിപ്പോന്നു. ഇപ്പൊ അവർ വേണം എന്ന് എന്നോട് പറയൂല, പക്ഷെ എന്നാൽ പോലും എനിക്ക് കണ്ടറിഞ്ഞ് എല്ലാം മേടിച്ച് കൊടുക്കാൻ. ഇപ്പോ അപ്പച്ചന് ബൈക്ക് എടുത്തു കൊടുത്തു, അമ്മയ്ക്ക് ഫോൺ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫോൺ കൊടുത്തു. പിന്നെ ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നിയാലും ഞാൻ അവർക്ക് വാങ്ങിക്കൊടുക്കും. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മളുടെ കയ്യിൽ കൂടെ ആണെങ്കിൽ മാനേജ് ആയി പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാനില്ല. പക്ഷെ എന്നാലും കുറെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹൗ വിൽ യു മേക്ക് ഫീൽ ഓക്കെ വെൻ യു ഫീൽ ഹാർട്ട് ബ്രോക്കൺ ബൈ സംവൺ ഓർ ഫീൽ ഡിസ്കംഫർട്ട് ഓഫ് എ സിറ്റുവേഷൻ? ഞാൻ ഓക്കെ അല്ലെങ്കിൽ ഞാൻ കുറേ നേരം അങ്ങനെ മന്നിച്ചിരിക്കും. അതെനിക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ചിലപ്പോൾ 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച 1-1.5 ആഴ്ച അതങ്ങനെ നീണ്ടു പോകും. പക്ഷെ എന്നാലും ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ചിലപ്പോൾ ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ ഡിസ്റ്റന്റ് ആയിട്ട് ഞാൻ ചിലപ്പോൾ ഒതുങ്ങി ഒരു മൂലക്കേക്ക് മാറും. അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ അതിത് ഞാൻ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തനിയെ ഉയർത്തെഴുന്നേറ്റങ്ങ് വരും. പക്ഷെ എനിക്ക് ആ ഒരു സമയം വേണം ഞാൻ അതിൽ നിന്ന് ഹീലാവാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട്. ചേച്ചിക്ക് ആരെങ്കിലും ക്രഷ് അടിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒരു ഹിന്ദി ക്രിയേറ്റർ ഉണ്ട് കേട്ടോ, റെഹാൻ റോയ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ നല്ല രസമാണ് കാണാനായിട്ട്. ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ മാരീഡാ. ലൈഫ് കോണ്ടന്റ് ക്രിയേഷൻ എപ്പോഴെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ തോന്നിയിട്ടുള്ളത് എനിക്ക് ചാനൽ വൈറലായ സമയത്ത് പേടിച്ചിട്ട് ഞാൻ ചാനൽ ഡിലീറ്റ് ആക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്റെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞിട്ടാണ് വേണ്ട, അതവിടെ കിടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ചാനൽ ഡിലീറ്റ് ഓപ്ഷൻ വരെ ഞാൻ എടുത്തതാ.
പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ചില സമയത്ത് എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായിട്ടുള്ള സമയങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ ആ പ്രഷറിനെ പല രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ ചില സമയത്തൊക്കെ തോന്നുന്നത് വേണ്ടായിരുന്നു, നോർമൽ ജോലി തന്നെ മതിയായിരുന്നു. ജെന്യൂനിൽ പറയാനാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും കുറെ നല്ല ബെനിഫിറ്റ്സ് ഇതിനുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പിന്നെ നമുക്ക് വേണ്ടത് മാത്രം എടുക്കാൻ ഞാനിപ്പോ ശീലിച്ചു. നല്ലത് മാത്രം എടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നെ സ്ട്രെസ് ഫ്രീ ആക്കേണ്ടത് എന്നുള്ളത് ഞാനിപ്പോ പഠിച്ചു. അപ്പൊ അതുകൊണ്ട് കൂടുതൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹേറ്റേഴ്സ് ഉണ്ടോ കുറച്ചധികം കമന്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഹേറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ മമ്മൂട്ടിക്കും മോഹൻലാലിനും വരെ ഹേറ്റേഴ്സ് ഇല്ലേ? നമുക്ക് ഹേറ്റേഴ്സ് ഇല്ലാണ്ടിരിക്കോ? അപ്പൊ അതിലടച്ച് Q&A ചെയ്തോണ്ടിരിക്കണേ കറക്റ്റായിട്ട്. അന്നത്തെ ജനുവരിയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 6 മാസം പ്രായമുള്ള Q&A. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, സിബ്ലിങ്സ് ഉണ്ടോ, നെസിയ സിസ്റ്റർ ആണോ? യെസ്, നെസിയ സിസ്റ്റർ ആണ്. അല്ല ബ്രദറാണ്. ചേച്ചി എന്താണ് ഇപ്പോ ഹെയർ കെയർ വീഡിയോസ് ഒന്നും ചെയ്യാത്തെ? നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറെ പേർക്കൊന്നും ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതിലാണ് റിസൾട്ട് കൂടുതലുള്ളത് എന്നൊക്കെ. ഇപ്പം ആ സമയത്തൊക്കെ നമ്മളത് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അറിയാത്ത കാര്യമല്ല. അപ്പൊ എല്ലാവരും അതിരുന്ന് കാണും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും പഠിച്ചു എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്വന്തം ഹെയറിൽ എന്ത് ചെയ്താലാണ് റിസൾട്ട് കിട്ടുക എന്നുള്ളത് എല്ലാവരും ഒക്കെ തന്നെ പഠിച്ചു. നമ്മൾക്ക് ആ ഒരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നതും വീഡിയോസ് തന്നെ. അപ്പൊ നമ്മൾ ഹെയർ കെയർ വീഡിയോസ് ഇടുന്ന സമയത്ത് വ്യൂസ് കിട്ടാതായി. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളതും കൂടെ ചെയ്താലല്ലേ നമുക്ക് എന്തൊക്കെ പറഞ്ഞാൽ ലൈഫ് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ വേറെ രീതിയിലുള്ള വീഡിയോസ് ഇടാൻ തുടങ്ങിയതാണ്. എന്റെ ഇപ്പൊ മൊത്തത്തിൽ മാറി. എനിക്കിപ്പോ ഹെയർ പാക്ക് ഒന്നും ഇടാൻ സത്യം പറഞ്ഞാൽ സമയമില്ലാണ്ടായി. പിന്നെ ഓരോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ആ ഡെഫിഷ്യൻസി, ഈ ഡെഫിഷ്യൻസി, സ്ട്രെസ്, ഉറക്കമില്ലായ്മ ഒക്കെ വന്നിട്ട് പിന്നെ കൊറോണയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് എന്റെ മുടി ഇത്രയും അധപ്പതിച്ച് പോയത്. ഡു യു സീ യൂട്യൂബ് ആസ് എ പാഷൻ ഓർ ആസ് എ ജോബ്? രണ്ടും, ജോബായിട്ടും പാഷനായിട്ടും തന്നെ നോക്കുന്നത്. കാരണം എനിക്ക് കുറെ സംഭവങ്ങളൊക്കെ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. പിന്നെ ഹൗ മച്ച് ഈസ് യുവർ ഇൻകം? ഇത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് കയറി വന്നാൽ നമുക്ക് നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത് എല്ലാ ചാനലിലും ഒരുപോലെ ആയിരിക്കില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരെ ആയിട്ടുണ്ട്. ഇതിന്റെ താഴേക്ക് വേറെ ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ Q&A കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി ഈ വീഡിയോ ഞാൻ ഏത് സമയത്ത് എഡിറ്റ് ചെയ്ത് ഏത് സമയത്ത് അപ്ലോഡ് ആക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം ഭയങ്കര അപ്ഡേറ്റഡ് ആണല്ലോ ഇപ്പോഴായിട്ട്. ഇത്രയും വരെ ആരൊക്കെ കണ്ടു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും ഇത്രയും നേരം കണ്ടിരുന്നവർക്ക് ഒരുപാട് താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.